Hi guys, Meenakshi here. So, bad parenting, toxic parents, controlling parents ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ആങ്സൈറ്റി, സ്ട്രെസ്, ലാക്ക് ഓഫ് പെർസിവറൻസ് ഇങ്ങനത്തുള്ള പ്രോബ്ലംസും നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്താണ്? ബാഡ് പാരൻറ്റിംഗ് ആണോ, അതോ നമ്മുടെ തന്നെ പ്രശ്നം കൊണ്ടായിരിക്കുമോ? പൊതുവേ ഏഷ്യൻ മോംസിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിക് പാരൻറ്റിങ്. കൺട്രോളിൽ കൊണ്ടുവരിക ഓൺ ചിൽഡ്രൻ, അതായത് അവരുടെ എന്താ പറയണ കുട്ടികളെ തന്നെ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം. മീൻസ് സ്റ്റാർട്ടിൽ തന്നെ LKG മുതലേ പ്രീ സ്കൂൾ മുതൽ തന്നെ എവിടെ പഠിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ചോയ്സ് വരെ പാരൻസ് ഡിസൈഡ് ചെയ്യുന്നൊരു രീതിയാണ് നമ്മൾ ഏഷ്യൻ മോംസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമാണോ അതോ വേൾഡ് വൈഡ് ഇങ്ങനെയാണോ? ഓഫ് കോഴ്സ് പാരൻസിൽ അമ്മ എന്ന് പറയുമ്പം കുറച്ച് കൺട്രോളിങ് ആണ്, കുറച്ച് മാനിപ്പുലേറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ കുട്ടികളെ ഒന്ന് സ്പോയിൽഡ് ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്കെഡ്യൂൾഡ് ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. ബട്ട് അത് എപ്പോഴാണ് ടോക്സിസിറ്റി ആവുന്നത്? നമ്മുടെ പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോയ്സ് എടുക്കേണ്ട ഒരു സ്പേസ് കൊടുക്കാതെ അവരെ ഫുള്ളി കൺട്രോൾ ചെയ്യണ ഒരു രീതിയിൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഏഷ്യൻ മോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ പാരൻസിൽ കണ്ടുവരുന്നത്. വൈ ഡു വി നീഡ് ചിൽഡ്രൻ? Why are we going to marry? And why do we need a family? Is it because of a society? നമുക്ക് എന്തിനാണ് ആക്ച്വലി കുട്ടികൾ വേണ്ടത്? പാരൻസ് കുട്ടികളെ ആഗ്രഹിക്കുന്ന എന്തിനാണ്? ഇഫ് ദേ തിങ്സ് ദാറ്റ് ചിൽഡ്രൻ ആർ എ ബേർഡൻ അല്ലെങ്കിൽ എ മിസ്റ്റേക്ക്. പല പാരൻസ് ഇതുപോലെ ചിൽഡ്രൻ ബേർഡൻ മിസ്റ്റേക്ക് എന്നൊക്കെ പറയാറുണ്ട്. സോ എന്തിനാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ചിൽഡ്രനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് തോട്ട് ഒരുപാട് പിള്ളേർക്കുണ്ട്. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് പിള്ളേരെ ഉണ്ടാക്കിയത്? ചില കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നോക്കാൻ വയ്യെങ്കിൽ അല്ലെങ്കിൽ ബേർഡനായിട്ട് കാണുന്നെങ്കിൽ എന്തിനാണ് ഞങ്ങളെ ജനിപ്പിച്ചത്, നമ്മുടെ എക്സിസ്റ്റൻസ് എന്തിനാണ്, ഒറിജിൻ എന്താണ് എന്നൊക്കെ ഉള്ള ചോദ്യം ഉണ്ടാവും. ആക്ച്വലി റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നമ്മൾ ഒരു ഫാമിലി ലീഡ് അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളാവുന്ന പ്രോബ്ലംസ് ആണിത്. നമ്മളൊരു ബേർഡനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കാൻ പോകരുത്. നമ്മൾ ഫൈനാൻഷ്യലി മെൻ്റലി എല്ലാം സ്റ്റേബിൾ ആകുമ്പോൾ മാത്രം കുട്ടികളെ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. അല്ലെങ്കിൽ നമ്മളുടെ ഫ്രസ്ട്രേഷനും നമ്മുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ ഈ ഓഫ് സ്പ്രിങ്ങിന് നമ്മുടെ അടുത്ത ജനറേഷൻ്റെ മണ്ടയിൽ കൊണ്ട് ഈ ട്രോമ വെച്ച് അവരത് അടുത്ത ജനറേഷൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ട്രോമ ഇങ്ങനെ ജനറേഷൻ വഴി പാസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും നിൽക്കില്ല. ഇതൊരു പാൻഡമിക് പോലെ അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് ചെയ്തൊരു ഡിസീസ് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകത്തേ ഉള്ളൂ. നമ്മൾ എവിടെ വെച്ചാണ് ബ്രേക്ക് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്താൽ ഞാൻ അത്രയും റെസ്പോൺസിബിൾ ആവുന്ന സമയത്ത് മാത്രം ഒരു ഫാമിലി ലീഡ് ചെയ്യാൻ പോവുക. എനിക്ക് ഒരു ഓഫ് സ്പ്രിങ് ബേർഡൻ ആവില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം ഓഫ് സ്പ്രിങ്ങിന് ഞാനൊരു എന്താ പറയുക ഒരു ഓഫ് സ്പ്രിങ്ങിനെ ഈ വേൾഡിലോട്ട് കൊണ്ടുവരിക. അതല്ലേ ആക്ച്വലി ചെയ്യേണ്ടത്. ആക്ച്വലി പാരൻസ് ഷുഡ് ബി റെസ്പോൺസിബിൾ. ഫാദർഹുഡ് ആൻഡ് മദർഹുഡ് എന്ന് പറയുന്ന ഒരു വളരെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു ജോബാണ് ആക്ച്വലി. ആ സമയത്ത് അവർ പ്രിപ്പയർഡ് ആവാത്ത സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സൊസൈറ്റിയിൽ നിന്ന് വരുന്ന പ്രഷർ പിള്ളേരുടെ തല വെക്കുന്നു. പൊതുവെ ഞാൻ കണ്ടുവരുന്നത് പാരൻസിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പിള്ളേരുടെ തല മണ്ടയ്ക്ക് കൊണ്ട് വെക്കുക. അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവാനായിരുന്ന ആഗ്രഹം, എനിക്ക് സാധിച്ചില്ല, എനിക്ക് നിന്നിലൂടെ അത് കാണണം. ഓക്കെ, അത് വാട്ട്സ് എ പോയിന്റ് ഇൻ ഇറ്റ്? എനിക്ക് ആക്ച്വലി അത് മനസ്സിലായിട്ടില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം നമ്മൾ എന്താ പറയുക, നമ്മുടെ ആഗ്രഹം വേണം നമ്മൾ ഫുൾഫിൽ ചെയ്യണം, അല്ല മറ്റുള്ളവരെ. ഈവൻ ഇഫ് ഇറ്റ്സ് പാരൻസ് ആണെങ്കിലോ ആരാണെങ്കിലോ നമ്മൾ അത്രയും എന്താ പറയുക, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ, ഐ നോ, ബട്ട് ദർ ആർ ബൗണ്ടറീസ്. നമ്മൾ കൊടുക്കേണ്ടടുത്ത് സ്പേസ് കൊടുത്ത് തന്നെ ഇരിക്കണം. ആഫ്റ്റർ ഓൾ വി ഓൾ ആർ ഇൻഡിവിജ്വൽസ്. അത് മറന്നു പോകുന്ന ചില പാരൻസിന് പറ്റുന്നതാണ് ഈ ടോക്സിക് പാരൻറ്റിങ് അല്ലെങ്കിൽ ടോക്സിക് ബോണ്ടിങ്. ചില കുട്ടികൾ ടോക്സിക് ആണെന്ന് അറിഞ്ഞാൽ പോലും പാരൻസിൻ്റെ അടുത്തുള്ള ഒരു അഫെക്ഷൻ, ബ്ലഡ് റിലേഷൻ, ആ ഒരു സ്നേഹം കൊണ്ട് അവർ പാരൻസ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടമല്ലെങ്കിൽ പോലും ചെയ്ത് അവർ ആരാണെന്നുള്ളൊരു റിയലൈസേഷനിൽ പോലും എത്താതെ വളരെ ഒരു കൺഫ്യൂസ് സ്റ്റേജിലോട്ടെത്തും. എല്ലാം പാരൻസിന് വേണ്ടി ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് തന്നെ ഇല്ലാതാവും. ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് തന്നെ ഇല്ലാതാവും. എല്ലാം പാരൻസിനോട് ചോദിച്ച് ഇതാണോ ശരി, ഞാൻ എടുക്കുന്നത് തെറ്റാണോ, ഇനിയിപ്പം ഞാൻ പാരൻറ്റിന് എഗൻസ്റ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ധിക്കാരി ആവില്ലേ, സ്പോയിൽഡ് ആവില്ലേ, ഒരു ബാഡ് ആസ് ആവില്ലേ, ഇങ്ങനത്തുള്ള ചിന്തകളാണ് എല്ലാം. ഓക്കെ, ഇങ്ങനെയുള്ള ബാരിയേഴ്സൊക്കെ വരുമ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്ത്, ആ ചെയിൻ ബ്രേക്ക് ചെയ്ത് പോകുന്ന ആളുകൾ എന്ത് പറയും? തൻ്റേടി, സൊസൈറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് പോകുന്ന ആൾ എന്നതൊക്കെ ഉള്ള പേരിങ്ങനെ വരും. എസ്പെഷ്യലി ഗേൾസിന് വരും, ബോയ്സിനില്ല എന്നല്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ഗേൾ ഓർ ബോയ്, എല്ലാവരും പൊതുവെ സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ആക്ച്വലി ടോക്സിസിറ്റി ഇൻ ദ സെൻസ് നമുക്ക് മെൻ്റലി ഹറാസ് ചെയ്യാം, ഫിസിക്കലി ഹറാസ് ചെയ്യാം,
വേർബലി ഹറാസ് ചെയ്യാം. അങ്ങനെ പല പല ഹറാസ്മെൻറ്റ്സ് പാരൻസിന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ കൂടുതലും ടോക്സിക് പാരൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഗാർഹിക പീഡനം അങ്ങനെ ഒരു ടേമിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ പറയുക, ഫിസിക്കലി വരുന്നൊരു സംഭവം മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ആക്ച്വലി മെൻ്റലി കൊടുക്കുന്ന സ്ട്രെസ്സ് ഭയങ്കര വലുതാണ്. കുട്ടികൾ വളരെ ഒരു ട്രോമയിലോട്ട് പോയി, ചൈൽഡ്ഹുഡ് ട്രോമയെന്ന് പിന്നെ വലുതാകുമ്പോൾ പോലും ഇവർ ഈ ട്രോമയും വലിച്ചെടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവരാണെങ്കിലും എല്ലാവരും ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ്, ഡിപ്രഷൻ എന്നൊരു വാക്ക് ഭയങ്കര കോമൺ ആയിട്ട് വരാനുള്ള കാരണം ഏതാണ്? ചെറുതിലെ മുതലേ ഒരു സ്കെഡ്യൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു ഓൾറെഡി ഡിസൈൻഡ് ലൈഫാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇവർ ജനിക്കുന്നതിന് മുന്നേ ഇവരെന്തായിരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇരിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, ആരോട് സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്ക്രിപ്റ്റാണ്. സോ പിള്ളേരെല്ലാം ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ജനിച്ചു കഴിഞ്ഞ് ഓരോ വയസ്സ് മാറും തോറും നീ ഇതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് എന്താണ് ആവേണ്ടത്, അതൊന്നും ചോദിക്കത്തില്ല. ആക്ച്വലി ഒരു പ്രോപ്പർട്ടി പോലെ കാണുന്ന പാരൻസ് ഉണ്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പാരൻസും ഉണ്ട്. ടോക്സിസിറ്റിക്ക് 2 വശമുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലെ ഭയങ്കര ട്രോമ കൊടുക്കും, അല്ലെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കാതെ സ്പോയിൽഡ് ബ്രാറ്റ്സ് ആക്കും. സോ രണ്ടായാലും പ്രശ്നമാണ്. ഒരു കാറ്റഗറി ഭയങ്കര ട്രോമ കൊടുത്തു കഴിഞ്ഞ് അവരൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോകും. മറ്റേ കാറ്റഗറി സ്പോയിൽഡായി അത് സൊസൈറ്റിക്ക് തന്നെ ഒരു ഹസാർഡ് ആവുന്ന പിള്ളേരുണ്ട്. സോ അതെന്ത് പറയാനാണ്, നമ്മളെപ്പോഴും ഒരു ന്യൂട്രൽ രീതിയിൽ വരണം. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളെ കൺട്രോൾ ചെയ്യരുതെന്നല്ല, അവർക്കൊരു ചെറിയൊരു കൺട്രോൾ, ഒരു റെഗുലേറ്റർ ആവാനേ പറ്റുള്ളൂ. അവരെ റെഗുലേറ്റ് ചെയ്യുക. പ്ലീസ് ഡോണ്ട് കൺട്രോൾ യുവർ ചിൽഡ്രൻ. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു സേ. ആക്ച്വലി ഈ ട്രോമയൊക്കെ കൊണ്ട് നടക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെ സൈക്കോ ആയി പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ട്രോമ കൂടി സൂയിസൈഡൽ മെൻറ്റാലിറ്റി, സൂയിസൈഡിലോട്ട് പോകുന്ന ഇതിനൊക്കെ പ്രോബ്ലംസ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പാരൻസിൻ്റെതാണ്. ആക്ച്വലി പല പാരൻസും അറിയുന്നില്ല എന്താണ് നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. അവർ വിചാരം കുട്ടികളെ പ്രൊഡക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ നല്ലതാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ തോന്നും കമ്പാരിസണൊക്കെ വരുമ്പോൾ. ആക്ച്വലി ഇവരെ കേൾക്കാനുള്ളൊരു ചെറിയൊരു മനസ്സ് മാത്രം അവർ കാണിച്ചാൽ മതി. എങ്കിൽ നമ്മൾ പുറത്ത് ഒരു അസിസ്റ്റൻസിൻ്റെയോ ആവശ്യമില്ല. ഒരു ട്രാങ്കുലൈസർ പോലെ പാരൻസ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെ റിയലൈസ് ചെയ്യാൻ, അവർക്ക് എന്താണോ പറയേണ്ടത് കേൾക്കാൻ മാത്രം കുറച്ചൊരു ടൈം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ട്രോമ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇതുപോലുള്ള ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം സൂയിസൈഡ് ആണെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്നതും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ വല്ലാത്തൊരു സ്റ്റേറ്റിലോട്ടായി പോകുന്നതും ഒക്കെ ഇതുപോലെ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ആക്ച്വലി പാരൻസ് ആർ നോട്ട് റെഡി ടു അണ്ടർസ്റ്റാൻഡ് ഓർ try to hear what their children want to say. They just want to be themselves. But അവരാരും അത് മനസ്സിലാക്കുന്നില്ല. അത് ധിക്കാരമാണ്, എഗൻസ്റ്റ് ആയിട്ട് പോകുന്നതാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും തീരത്തില്ല. സോ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പാരൻസ് കുട്ടികളെ റെസ്പോൺസിബിലിറ്റി, അത്രയും റെസ്പോൺസിബിൾ ഉണ്ടാവുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ സമയത്ത് കുട്ടികളെക്കുറിച്ച് ആലോചിക്കുക. അല്ലെങ്കിൽ അവരെ കേൾക്കാൻ, അല്ലെങ്കിൽ ലീവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലീവ് എന്നുള്ളൊരു തോട്ടിൽ ജീവിക്കുക. കുട്ടികളെ ആണെങ്കിലും ആരെയാണെങ്കിലും ജീവിക്കാൻ അനുവദിക്കുക. പ്ലീസ് ലെറ്റ് ദം ലീവ് ആൻഡ് ലെറ്റ് ദം ബി ഹൂ ദേ വോണ്ട് ടു ബി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇനി പാരൻസ് ആവാൻ പോകുന്ന ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കുള്ളൊരു ടോക്സിക് പാരൻസ് ആണെങ്കിൽ ഒരിക്കലും അവരെ പോലെ ആവാതിരിക്കുക. സോ ദാറ്റ്സ് എ സൊല്യൂഷൻ. That's how you can break the chain. Okay, bye.